വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, എല്ലാവരും നല്ലൊരു ക്രിസ്മസ് വൈബിലാണല്ലോ. നമ്മുടെ ഈ ചാനലിൽ കുറച്ച് നാളായിട്ട് കുറച്ച് വീഡിയോസ് ഇപ്പോൾ എന്താ പറയുക, ഇടയിൽ കുറച്ച് ലാഗാണ്. എന്നാലും പിന്നെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ക്രിസ്മസ് വൈബിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. തിരക്കുകളല്ല, നമുക്ക് എന്താ പറയുക, വീഡിയോസ് എടുക്കാനുള്ള സമയക്കുറവും പിന്നെ ഫോണിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, സ്റ്റോറേജ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് നേരം വൈകി ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് വീഡിയോസ് അധികമൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല. ഞാൻ കുറേയൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷേ ഫോണിൻ്റെ പ്രശ്നം കാരണം നമുക്ക് വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ഇതിൽ വരുന്നൊരു വീഡിയോ ആയിട്ട്, ക്രിസ്മസ് തീമിൽ വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ക്രിസ്മസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് മനസ്സിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് എന്താ പറയുക, ക്രിസ്മസ് കൂട് ഉണ്ടാക്കുക, സ്റ്റാർ ഇടുക, ലൈറ്റ് ഇടുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ക്രിസ്മസിൻ്റെ ഡ്രസ്സ്. ഞങ്ങളും ക്രിസ്മസ് തീമിലൊരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചു. ഞാൻ അതിന് വേണ്ടി ഞാൻ തന്നെ ഒരു മെറ്റീരിയൽ എടുത്ത് ഞാൻ തന്നെ ഡിസൈനൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് ചെയ്യണത് മെഷർമെൻറ്റ്സും മോഡലൊക്കെ കാണിക്കണത് മോളുടെ ഡ്രസ്സിന് സ്റ്റിച്ച് ചെയ്ത്, അതായത് ഒരു 10 മാസം പ്രായമുള്ള ഒരു ബേബിയുടെ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരു ക്രിസ്മസ് തീമിലുള്ള 10 മാസം പ്രായമുള്ള ഒരു ബേബിയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതേ സെയിം പാറ്റേണിൽ തന്നെ ഒരു M സൈസ് തന്നെ എനിക്ക് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോംബോ പോലെ മദർ ഡോക്ടർ കോംബോ പോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ മെഷർമെൻറ്റ്സും ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് ബേബിയുടെ അളവിൻ്റെയാണ്, എൻ്റെ കാണിക്കുന്നില്ല. ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ സ്റ്റോറേജ് സ്പേസിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് 2 സ്റ്റിച്ചിങ് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല, സ്ഥലമില്ല ഇരുന്നതുകൊണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ, അത് ബേബിയുടെയാണ്. അപ്പോൾ നമ്മുടെ അതൊരു പാറ്റേൺ മോഡലാണ് ഞാൻ ഇവിടെ മുഖ്യമായിട്ട് കാണിക്കുന്നത്. അതായത് ആ ഒരു ഫ്രോക്കായിട്ട് തയ്ക്കുന്നതിൻ്റെ ഒരു മോഡൽ, അതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയറുന്നാലും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ലൈനിങ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ വൈറ്റിന് റെഡ് ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ വൈറ്റിന് റെഡ് വെച്ചിട്ട് ഒരു ക്രിസ്മസ് തീമിൽ തയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ലൈനിങ് വയ്ക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം ഇതായിട്ട് വരും. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ അമ്മാരും പ്രസവിക്കണം. അപ്പം നമ്മുടെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാട്ടാണ്. 15 ഇഞ്ച് വണ്ണം വരുന്നത് നമുക്ക് വെറും 4 ഇഞ്ചുള്ളൂ, പക്ഷേ ഇത് ഇത്തിരി കൂടുതലാണ്. അത് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ട്. നമ്മൾ ആദ്യം തന്നെ ബാക്ക് ഭാഗമാണ് വെട്ടണം കേട്ടോ. ബാക്ക് ഭാഗം ഇത് കേട്ടോ. ഞാൻ എന്തായാലും ഇത് ബാക്ക് ഭാഗമാണ്, ഫ്രണ്ട് ഭാഗത്തിൽ ഞാൻ ഈ ലൈനിങ്ങിൽ വെട്ടും. എന്താ പറയുക, കട്ട് ചെയ്യുന്ന അതേ സെയിം മെഷർമെൻറ്റ്സ് ആണ് നമ്മുടെ ഈ തുണിക്ക് വരുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ല മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം, രണ്ടിലും വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് ലൈനിങ്ങിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ലൈനിങ് കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷനാണ്, ഫ്രണ്ട് പോർഷൻ അല്ല കേട്ടോ. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യാണ്. ബാക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ അത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ കൂടെ ഞാൻ പറയാം കേട്ടോ, ബാക്ക് എങ്ങനെ ഫ്രണ്ട് എങ്ങനെ കട്ട് ചെയ്യണമെന്ന്. ബാക്ക് ഇപ്പം ഞാൻ സെയിമായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തുണിയുടെ ബാക്ക് ഭാഗം. അപ്പോൾ ഞാൻ അതിനത് ഒരു ഇതാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റിന് ഒരു വര കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മൊത്തം ഞാൻ കൊടുക്കണത് ഷോൾഡർ ഞാൻ 4 ആണ് കൊടുക്കണത്. കൊടുത്തു. പിന്നെ നമ്മുടെ ഇത് വരുന്നത് 5 ആണ് കേട്ടോ, 1. 3 ഇഞ്ച് നമ്മൾ താഴേക്ക് കൈക്കുഴി കൊടുക്കുന്നത് 3 ആണ്. കൈക്കുഴി 3 ഇഞ്ച് കൊടുക്കണം കേട്ടോ.
കേട്ടോ. 3 കൈക്കുഴി കൊടുത്തത് 3 ഇഞ്ചാണ്. ഷോൾഡർ കൊടുത്തത് 4. ഷോൾഡർ 4 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത്. 4 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത്. നമുക്ക് കൈക്കുഴി 3 ഇഞ്ച്. ജോയിൻ്റ് ചെയ്യണ്ട. നമ്മുടെ വണ്ണം വരുന്നത് 5 ഇഞ്ചാണ് വണ്ണം വരുന്നത്. ഇവിടെയായിട്ട് വരാം. നമുക്ക് ഇങ്ങനൊരു ഇത് കൊടുക്കാം. ഒരു കറവ് കൊടുക്കാം. ഇനി ഈ 5 ഇഞ്ച് നമ്മളിങ്ങനെ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കാം. ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക. 1 ഇഞ്ച് കുറച്ചുകൂടെ ഒരു 1/2 ഇഞ്ച് ഇട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റൊരു ഇത് കിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇത് കിട്ടും. ഇനി നമ്മുടെ കഴുത്ത് നമുക്ക് ഷോൾഡർ 1.5 ഇഞ്ച് മതി. പിന്നെ അപ്പോൾ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടൊരു 1.5 1.25 2 എടുത്തു. കഴുത്തും ഞാൻ 2 തന്നെ എടുക്കണം. 2 സ്റ്റിച്ചിങ് വരുമ്പോൾ 2 വരട്ടെ. ഇറക്കം ഒരു 2.5 എടുക്കാമെന്ന് വെച്ചു. കുറച്ച് ഇറക്കം ഉണ്ടായിക്കോട്ടെ. ഞാൻ നാളൊക്കെ തയ്ച്ചത് ഇറക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 2.5 2.5 കേട്ടോ. 2.5 എടുക്കണം. 2.5 ഷോൾഡർ 2 ഷോൾഡർ 2 നെക്ക് വിഡ്ത്ത് 2 കഴുത്തിൻ്റെ ഇറക്കം 2. ഇത് 2.5 നമ്മളൊരു റൗണ്ട് കഴുത്തിന് ഇട്ട് കൊടുക്കാം. റൗണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഇത് നേരെ കട്ട് ചെയ്ത് ബാക്ക് ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്ത് വിടാം. നമ്മുടെ അടുത്ത പണി കഴിഞ്ഞു. ഫ്രണ്ട് പോർഷൻസ് എങ്ങനെ വരുന്നത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്തിട്ട് വരാം. പിന്നെ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് നമ്മളിവിടെ ഒരു ഇത് വെട്ട് കൊടുക്കണം. അതായത് കഴുത്ത് കിടക്കാൻ വേണ്ടി നമുക്കൊരു വെട്ട് കൊടുക്കുക. അപ്പോൾ അത് ലൈനിങ്ങിന് 2നും കൊടുക്കണം. ഇങ്ങനെ നേരെ വെട്ടി വയ്ക്കണം കേട്ടോ. ഇത് 1.5 ഇഞ്ചിൻ്റെ പറഞ്ഞു തരും. അപ്പോൾ തന്നെ നമ്മൾ ഷോൾഡർ ഒന്ന് ഇങ്ങനെ സ്ലോപ്പായിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു അടുത്ത അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ഒരു ഇതിൽ വെട്ടാം കേട്ടോ. സ്റ്റിച്ചിങ് കേട്ടോ. ഇത് നമുക്ക് ഇത് ബാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ബാക്ക് വെട്ടിയിട്ടുണ്ടാവുന്നുണ്ടോ അതേമാതിരി തന്നെ നമ്മൾ ഫ്രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ ലൈനിങ്ങും അതേ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുമ്മ നമ്മളെ മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്യാം. അപ്പം ഞാൻ ഫ്രണ്ട് ഭാഗം കൊടുക്കണം മെയിൻ ക്ലോത്ത് ആദ്യം തന്നെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഈ ഫ്രണ്ട് ഭാഗം വരുന്ന ലൈനിങ് ആണ്, അല്ല മെയിൻ ക്ലോത്താണ്. ഇതിന് നമുക്ക് ഇത് നമ്മുടെ ഇങ്ങനെ അളവ് വെച്ച് ഞാൻ എടുക്കാം. അപ്പം ഇത് ഇത്രയും ഭാഗം
ഇത്രയും വരെ ഈ ഒരു വെട്ട് വരെ ഈ ഒരു നീളത്തിൽ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നീളത്തിൽ ഇവിടെ വരെ ഈ ഒരു നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് നേരെ അടിച്ചതിന് ശേഷം അതിൻ്റെ അവിടേക്ക് ഇങ്ങനെ മടക്കി വരും കേട്ടോ. നമ്മൾ ഫ്രില്ലിട്ട മാതിരി കണ്ട ആ സ്റ്റിച്ച് അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മറച്ച് വെച്ചിട്ട് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നന്നായി ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി വിട്ടാൽ മതി. ലൈനിങ് വെച്ചിട്ട് മറച്ച് വയ്ക്കും. ലൈനിങ് വെച്ചിട്ട് മറച്ച് ഇത് ലൈനിങ് ഇങ്ങനെ ആദ്യം കൈൻ്റെ ഇവിടെ നിന്ന് തുടങ്ങാം. കൈ, ഷോൾഡർ, കഴുത്ത്, ഈ ഷോൾഡർ അടിക്കുക, ഈ കൈ വരെ അടിക്കുക. ഇത്ര വെച്ചിട്ട് മറച്ചടിച്ചെടുക്കും. നല്ല പുറത്ത് പൊട്ടും ലൈനിങ് ഇട്ടിട്ട് ഇതിനെ സ്റ്റിച്ചിങ് ആയിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അതൊന്ന് മറച്ച് വെച്ച് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് വരെ ഫ്രില്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരിക. നമ്മുടെ ബാക്കും ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. ബാക്കിൽ ഫ്രില്ല് വെക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബട്ടൺ ഹോൾ ഇട്ടിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗത്തിൻ്റെ ലൈനിങ്ങിൽ ഒരു വെട്ട് കൊടുക്കണം. അതായത് ഒരു 2 ഇഞ്ചിൽ ഒരു വെട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഹുക്ക് ഹോൾ വെക്കാൻ വേണ്ടിയിട്ട്, ചെറിയ ഉടുപ്പിനൊക്കെ ഒരു ഹോൾ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ കൈയിൻ്റെ കുഴിയിൽ നിന്ന് പറഞ്ഞാൽ ഷോൾഡർ, അതുപോലെ ആ ഹുക്ക് ഹോളിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ച രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഴുത്തൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം. കഴുത്തും കൈയൊക്കെ വെട്ടി ഷേപ്പ് വെട്ടണം. ബാക്കിൽ കുറച്ച് കൂടി ബാലൻസ് വരും. അപ്പോൾ അത് വെട്ടിയെടുത്തിട്ട് നമുക്കിനി മറിച്ചടിക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ബാക്കിൽ ഞാൻ ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് ഒന്ന് മറച്ചടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ലൈനിങ് ഫ്രണ്ടിൻ്റെ ലൈനിങ് ഒന്ന് മറച്ചല്ല, ഒന്ന് മടക്കടിക്കുക. അരികു ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ച് മടക്കടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ അടിയൊക്കെ മടക്കടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഞാൻ നല്ല പുറത്തിൻ്റെ ഷോൾഡർ നമ്മൾ കൂട്ടി വെച്ച് അവിടെ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ഷോൾഡർ അടിക്കുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ഷോൾഡർ അടിച്ചിട്ടുള്ളൂ. അതിന് ശേഷം മറച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പിൻ്റെ കുറച്ച് ഒരുവിധം പണികൾ കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് ബാക്കി പണികൾ കേട്ടോ. നമുക്ക് നേരെ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ണം എത്രയാണോ അതനുസരിച്ച് ഒന്ന് സൈഡും കൂടെ അടിച്ചു കൊടുക്കാം. നമുക്ക് അടിയിൽ ഇനി ഒരു ഫ്രില്ലും കൂടെ വെച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് നീളനെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 അതിൻ്റെ അടിയൊക്കെ ഒന്ന് മടക്കടിച്ച് ഒക്കെ ജോയിൻ്റൊക്കെ ചെയ്ത് വലിയൊരു പീസായിട്ട് വെച്ചിട്ടുണ്ട്. അത് അടിയിൽ ഇനി നമുക്ക് ഫ്രില്ലിട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ അതിൽ ഒന്ന് ഫ്രില്ലിട്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രില്ല് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രില്ല് നമ്മുടെ ഇതുമ്മ വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നമ്മളൊരു സൈഡ് അടിച്ചില്ലേ, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പിടിച്ചു തുടങ്ങാം. അതുപോലെ വെച്ച് തുടങ്ങുമ്പോൾ നല്ലപ്പുറം നമ്മൾ കൂട്ടി വയ്ക്കുക. അതായത് നമ്മൾ ഫ്രില്ലടിച്ച് നമ്മൾ അടിമണക്കടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ലപ്പുറം അറിയാമല്ലോ. ആ നല്ലപ്പുറം നമ്മുടെ ഈ മെയിൻ തുണിയുടെ ഫ്രോക്കായി തയ്ച്ചതിൻ്റെ നല്ലപ്പുറത്തേക്ക് ആ നല്ലപ്പുറം കൂടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫ്രില്ലും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നല്ല അടിയിൽ നല്ല ഫ്രില്ലായി കിടക്കും. ഇതിപ്പോൾ ഒരു 10 മാസം പ്രായമുള്ളൊരു ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ്. കാണുമ്പോൾ വലുപ്പം തോന്നിക്കുന്നുള്ളൂ. ഒത്തിരി ഫുള്ളായി കിടക്കും. പിന്നെ സെൻറ്ററിൽ നമ്മൾ ആദ്യം തന്നെ കഴുത്തിൻ്റെ അവിടെ നിന്ന് അടിച്ചില്ലേ, അവിടെ ഇനി 3 വല്ല ഷോ ബട്ടൺ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. പിന്നെ ഇങ്ങനെ വെക്കുക. എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്
ഇതാണ് മോളുടെ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. ആൾ പിന്നെ പിടിച്ച് നിന്ന് തുടങ്ങിയിട്ടുള്ള കാരണം അങ്ങനെ നിൽക്കില്ല. ഇങ്ങനത്തെ പിക്കുകളൊക്കെ കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യാൻ മുന്നിൽ 3 ബട്ടണുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ. ഞാൻ എൻ്റെ ഒന്ന് ആഡ് ചെയ്യട്ടെ, ഫോട്ടോ മാത്രം ആഡ് ചെയ്യാം. ഇതാണ് ആ സെയിം പാറ്റേണിൽ ഞാൻ തയ്ച്ചിരിക്കുന്നത്. സെയിം തന്നെയാണ് കേട്ടോ ഡിസൈനിൽ. അത് കൈ മാത്രം വെച്ചിട്ടുണ്ട്, പഫ് അത്ര ഡിഫറൻസ് ഉള്ളൂ. ബാക്കി വീതിയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഞാൻ ഫ്രണ്ടിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടൺ വെച്ചിട്ടില്ല, റൗണ്ട് നെക്ക് കൊടുത്തു, സിബ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബട്ടൺ വെക്കാഞ്ഞത്. എനിക്കിപ്പോൾ ഫീഡിങ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ സിബ് വെച്ചത്, കാരണം പിന്നെ ബട്ടൺ വെച്ചില്ല. അപ്പോൾ ഇതാണ്. അപ്പം നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.